നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാനിന്ന് തയ്യാറാക്കുന്നത് കായ വറുത്തതാണ്. ഈ കായ വറുക്കാനായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. പണ്ട് കാലത്തൊക്കെ ഓണമൊക്കെ ആവുന്നതിന് മുമ്പേ ലാർജ് ക്വാണ്ടിറ്റീസ് ഇങ്ങനെ കായയൊക്കെ വറുക്കുമായിരുന്നു. അങ്ങനെ വലിയ ഒരുക്കമായിരുന്നു ഓണത്തിന് മുമ്പൊക്കെ. ശർക്കരട്ടി, കായ, അതുപോലെ കളിയടയ്ക്ക, ചീട, അങ്ങനെ പല പല സാധനങ്ങളും തയ്യാറാക്കി വയ്ക്കുമായിരുന്നു. ഇപ്പം നമ്മൾ സാധാരണയായിട്ട് വാങ്ങിക്കുകയാണ് പതിവ്. പക്ഷേ വളരെ എളുപ്പത്തിൽ കുറച്ച് വീതമാണെങ്കിൽ പോലും നമുക്ക് വീടുകളിൽ തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഈ കായ വറുത്തതും അതുപോലെ ശർക്കര ഉരുട്ടിയൊക്കെ. അപ്പം ഈ കായ വറുക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല പച്ചക്കായ, അതായത് ഒട്ടും പഴുക്കാൻ തുടങ്ങുമോ അല്ലെങ്കിൽ പഴുത്ത് ചെമ്പഴം കൊണ്ടതോ ഒന്നും ആകരുത്. നല്ല ഫോമായിട്ട് നല്ല പച്ചക്കായ എടുക്കണം. പച്ചക്കായ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി രണ്ട് സൈഡും ഞെടുപ്പെല്ലാം കളഞ്ഞ് 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കീറി ആ തൊലിയെല്ലാം നന്നായിട്ട് കളയുക. എന്നിട്ട് ഇത് പൊളിച്ച് നല്ല വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ടിട്ട് ഒരു സ്ക്രബ് വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ടൊന്ന് തേച്ചൊരച്ച് കഴുകുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ള കറയെല്ലാം മാറി നല്ല ക്ലീനായിട്ട് കിട്ടും നമുക്ക്. അല്ലെങ്കിൽ തന്നെയാണെങ്കിലും ഈ അരി കഴുകുന്ന കാടിവെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം, ചോറ് വെന്ത കഞ്ഞിവെള്ളത്തിലാണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കായയുടെ കറ നമുക്ക് പെട്ടെന്ന് മാറിക്കിട്ടും. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഒരേ കനം കുറച്ച് നമ്മൾ ഇങ്ങനെ അരിഞ്ഞ് വെക്കണം. ഇതും വെള്ളത്തിലിട്ട് നല്ലതായിട്ട് ഇതിൻ്റെ കറയെല്ലാം നന്നായിട്ട് കളഞ്ഞെടുക്കണം. അങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്ന കായ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണിത്. ഇതിനി ഈ പാത്രം നല്ലതായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായി ഇരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. നമുക്ക് കേരളീയർക്ക് സാധാരണ ഈ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ആണല്ലോ ഇഷ്ടം കായ വറുക്കുന്നതിലൊക്കെ. എല്ലാവരും കായ വറുക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ കായ വറുക്കുന്നതാണ് ഏറ്റവും നന്നാവുക. കേരളത്തിലെ കായ വറുത്തത് ചിപ്സ്, ബനാന ചിപ്സ് വലിയ ഫേമസ് ആണ്. അപ്പം ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ഈ നല്ല വെളിച്ചെണ്ണയിൽ വറുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് ഇത്ര ടേസ്റ്റ്. ഇത് ഞാൻ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ തുണിയിൽ കിഴി കെട്ടി വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പതുക്കെ മഞ്ഞൾ ഇറങ്ങി നമ്മുടെ ഈ ചിപ്സിൽ ഒരു മഞ്ഞ കളർ ഉണ്ടാവും. നമുക്ക് ഇട്ട് കൊടുക്കാം. സാധാരണയായിട്ട് നമ്മൾ കടകളിൽ ഇങ്ങനെ അവർ നേരിട്ട് അരിയുന്നത് കാണാം. പക്ഷേ അത്രയും എക്സ്പേർട്ട് അല്ലെങ്കിൽ നമ്മൾ അതിന് പോകാതിരിക്കുന്നതാണ് നല്ലത്. നല്ല തീയിൽ വെച്ച് വറുക്കണം. പക്ഷെ ഇങ്ങനെ തീ പുകയേണ്ട ആവശ്യമില്ല. ഒത്തിരി ഇളക്കി കഴിഞ്ഞാൽ ഇതെല്ലാം പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാതെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് തട്ടി കൊടുക്കുക. ഈ ബബിൾസൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് വെന്ത് കാണും. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്ത് കിട്ടും. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഉപ്പുനീര് തളിച്ചു കൊടുക്കണം. നീര് അല്ലേ നമ്മൾ ഒഴിക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ഈ പൊട്ടിത്തെറിക്കുന്ന എണ്ണയിൽ. അപ്പം നിങ്ങൾ സൂക്ഷിച്ച് നീങ്ങിയൊക്കെ നിന്ന് ചെയ്യണം. ഒഴിച്ചു കൊടുക്കണം ഉപ്പുനീര്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയൊക്കെ നന്നായിട്ട് കളഞ്ഞ് കോരിയെടുക്കാം. നമ്മൾ കോരുമ്പോൾ നല്ല തീയിലായിരിക്കണം. അപ്പോഴാണ് എണ്ണ കുടിക്കാതിരിക്കുകയുള്ളൂ. ഞാനിന്ന് തയ്യാറാക്കിയത് കായ വറുത്തതാണ്, അല്ലെങ്കിൽ ബനാന ചിപ്സ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. കുറച്ചൊരു മെനക്കേടേ ഉള്ളൂ. നമ്മളിതൊക്കെ ഉണ്ടാക്കുമ്പം വളരെ കൂടുതൽ കായൊക്കെ വറുക്കുന്നതാണ്. അത്രയും വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പം എളുപ്പം അതാണ്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ഇൻ കേസ് അതിനൊന്നും സമയമില്ല, അത്രയ്ക്കൊന്നും മെനക്കെടാൻ നേരമില്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് നമ്മളുടെ എല്ലാവർക്കും തന്നെ നമുക്കറിയാം കായ വറുക്കാനായിട്ട്. അപ്പം നമ്മുടെ പുതുതലമുറയിനെയും നമുക്ക് നമ്മുടെ ആ രീതികളും ആ ആചാരങ്ങളും ഒക്കെ നമുക്ക് കൈമോശം വരാതെ അവരെയും പഠിപ്പിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഓണത്തിന് വീട്ടിൽ കുറച്ചെങ്കിലും ഒരു കായ വറുത്തത് ഉണ്ടാക്കണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.